ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്രീസ് വർക്ക്സ്. ഞാൻ ശ്രീകല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയത് കാണിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം എടുത്ത വീഡിയോയാണ്, ഫ്രഷായിട്ട് ഇട്ടേക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ എല്ലാം കണ്ട് അഭിപ്രായങ്ങൾ പറയുക. പുതിയതായിട്ട് വന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ കണ്ട് ഇഷ്ടമായിട്ട് വീഡിയോസ് എല്ലാം കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇപ്പം നമ്മൾ എന്നാ ചെയ്യുകയെന്ന് വെച്ചാൽ ബജ്ജി ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ബജ്ജി മാവ്, ഇൻസ്റ്റൻറ്റ് മാവാണ്. ബജ്ജി മാവിനെ എടുത്ത് നല്ല രീതിയിൽ ഒരു തരിതരിപ്പില്ലാതെ നല്ല സ്മൂത്തായിട്ട് അതിനെ കലക്കി റെഡിയാക്കി വെച്ചിട്ട് ഇന്ന് വൈകുന്നേരത്തേക്ക് കുഞ്ഞുങ്ങൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്ക് ബജ്ജി ഉണ്ടാക്കാമെന്നും പറഞ്ഞാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഇത് നല്ല രീതിയിൽ നീറ്റായിട്ട് സ്മൂത്തായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ക്രിപ്സി ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു 1-2 സ്പൂണ് അരിമാവ് കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിപ്സി ആയിട്ടിരിക്കും. പെട്ടെന്ന് ഒത്തിരി എണ്ണ കുടിക്കത്തുമില്ല. അപ്പോൾ നമ്മളിന്ന് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരു സവാള എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ഉരുളക്കിഴങ്ങും ഒരു പച്ചക്കായും എടുത്തിട്ടുണ്ട്. കായ ബജ്ജി, ഉരുളക്കിഴങ്ങ് ബജ്ജിയും പിന്നെ സവാള വെച്ച് വെങ്കായ ബജ്ജി, അത് ഞിവിക്കുക വെങ്കായ ബജ്ജി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇത് ചീവുന്നത് അങ്ങ് അമ്മയുടെ അവിടെ കിടക്കും, അത് എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെടുത്തതിൻ്റെ ബാലൻസ് ഒരു പാതിക്കായാണ്. പച്ചക്കറിയെല്ലാം വെട്ടി വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ നൈസ് പീസായിട്ട് മുറിച്ചെടുക്കാം. പിച്ചാത്തി വെച്ച് മുറിച്ചെടുക്കുന്ന ഇച്ചിരി പാടുള്ള കാര്യം. ആ ചീവുന്ന വെച്ചാണെങ്കിൽ നല്ല സ്വയം ചീവി അങ്ങ് എടുക്കാം. ഈ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ചീവുന്നുണ്ടല്ലോ, പക്ഷെ അതിനകത്ത് നമുക്കിത് നല്ല രീതിയിൽ ചീവിയെടുക്കാൻ പറ്റത്തില്ല. അത് ഒരുമാതിരി വഴാന്ന് കുഴാന്നായി പോകും. അതുകൊണ്ട് നമ്മൾ കത്തി വെച്ച് തന്നെ അങ്ങ് വെട്ടിയെടുക്കും. ഇച്ചിരി കഷ്ടമാണ്, എന്നാലും വേണ്ടൂലെന്നും പറഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു കായും ഒരു ഉരുളക്കിഴങ്ങും ഒരു സവാളയുടെ ആവശ്യമേ ഉള്ളൂ. ഇത് തന്നെ ബാലൻസാണ്. പിന്നെ അവിടെയും കൂടെ കൊടുത്തു വിടുമ്പോൾ, നാത്തൂൻ്റെ അവിടെയും കൂടെ കൊടുത്തു വിടുമ്പോൾ ഇതെല്ലാം കൊണ്ടങ്ങ് തീരും. സൈഡ് ഒരുമാതിരി വിട്ടുപോയി ആ കായ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് ഇൻസ്റ്റൻറ്റ് മാവ് നമുക്ക് സാധാ മാവിനകത്ത് ചെയ്യാം. ഇതിന് കടലമാവ് പൊടി, പാക്കറ്റ് മാവ് കിട്ടും. കടലമാവ് വാങ്ങിച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് ഉപ്പ് ചേർക്കണ്ട കേട്ടോ, ഉപ്പും ചേർത്തതാണ്. അപ്പോൾ കടലമാവിനകത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഒരു ശകലമുണ്ട് കായം, ഇത്രയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാക്കറ്റ് പൊടിയുടെ കണക്ക് തന്നെ മാവ് റെഡിയായിട്ട് കിട്ടും. അതും നല്ല ടേസ്റ്റാണ്. നമുക്കുള്ള എരിവിനനുസരിച്ച് ഈ മാവിനകത്തൊരു ശകല എരിവുണ്ട്, എന്നാലും കുഴപ്പമില്ല, സഹിക്കാൻ പറ്റുന്ന എരിവേ ഉള്ളൂ. അത് നമ്മുടെ എരിവിനനുസരിച്ച് മറിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. എല്ലാം വെട്ടി റെഡിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാവാൻ തുടങ്ങി, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്നും പറഞ്ഞ് ഒരു തുള്ളി മാവ് ഒഴിച്ച് കൊടുത്ത് സംഭവം നല്ല രീതിയിൽ പൊങ്ങിച്ചാടി വന്ന്. അപ്പോൾ നമുക്കിതിനെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ അപ്പുറത്തെ ദിവസത്തെ അടുപ്പിനകത്തോട്ട് ഞാൻ ചായക്കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് റെഡിയായി തീരുമ്പോഴത്തേക്ക് ചായ ഇറക്കാം. അപ്പോൾ നമുക്ക് ചായ ഇവനായിട്ട് ഒരു മൽപ്പിടുത്തം നടത്താം. ഇതാണ് ഉദ്ദേശം. അപ്പോൾ കുട്ടികളെല്ലാം വന്നിട്ടുണ്ട്. അവർ കുളിയും ബഹളമായിട്ട് നടക്കുന്ന അവിടെ അവർ കുളിച്ചിട്ടൊക്കെ റെഡിയായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവനെ റെഡിയാക്കി അങ്ങോട്ട് കൊണ്ടുപോയിക്കുകയാണെങ്കിൽ ചായക്കടയിൽ ചൂടുവട കാലിയാവുന്നതാണെങ്കിൽ ഇതൊക്കെ കാലിയാവും. പിന്നെ വേറെ എന്നാ വട ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ വട ഉണ്ടാക്കാൻ എനിക്ക് ഉഴുന്നൊക്കെ അരച്ചെടുത്ത് മടിയാങ്ങ്. ഇതാകുമ്പം വലിപ്പാടൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ നോക്കുന്നത് എളുപ്പവഴി മാത്രമേ നോക്കത്തുള്ളൂ. അങ്ങനെയുള്ള മടിയന്മാരുടെ രാജ്ഞി എന്നൊക്കെ പറയാം. ആ രീതിയിലൊക്കെയാണ് നമ്മൾ സിമ്പിളായിട്ട് എത്രയും ജോലി കുറവ് സിമ്പിളായിട്ട് ചെയ്തെടുക്കുക. എന്നാലും ഒരുവിധം ടേസ്റ്റൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഒരുവിധം ടേസ്റ്റല്ല, നല്ല ടേസ്റ്റൊക്കെ കാണുമോ, അതൊക്കെ ചുമ്മാ പറഞ്ഞതാണ്. പിന്നെ വേറെ എന്നാ, അതിനെ നമ്മുടെ വാഴക്ക ബജ്ജി, കായ ബജ്ജി പാകമായിട്ടുണ്ട്. അതിനെ നമ്മൾ എടുത്തിട്ട് ഇനി അടുത്ത സെക്ഷൻ ഉരുളക്കിഴങ്ങ് ഇടാമെന്നും പറഞ്ഞാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഉരുളക്കിഴങ്ങ് വലിയ കിഴങ്ങായതുകൊണ്ട് ഇതിനെ നമ്മൾ ഒരു 3 ഒന്നിച്ചിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നോക്കാം. ശരി, അടുപ്പൊക്കെ തീയൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ട് നമ്മളിതിനെ റെഡിയാക്കി ഇടാൻ. ചായ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചായ പരിപാടി ആക്കുവാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് ഇവന്മാർ രണ്ടുപേരെയും കൂടെ അങ്ങ് പിടിക്കാം.
ശരി, വേറെ എന്നാ വിശേഷങ്ങൾ? കേരളത്തിൽ എന്നാ വിശേഷങ്ങൾ പറഞ്ഞ് എല്ലാവരും കേരളത്തിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കും. നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സബ്സ്ക്രൈബേഴ്സ് ഫാമിലി എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല, വെയിലിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ എന്നാ, നല്ല രീതിയിൽ വെയിലടിക്കുന്നു. കേരളത്തിൽ മഴ വരുന്നു പോകുന്നു എന്നും പറഞ്ഞ് ഇരിക്കുന്നു. പിന്നെ നമ്മുടെ അർജുനെ പറ്റി ഇതുവരെ ഒരു വിവരമില്ല. അർജുന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. പാവം ആ കുഞ്ഞിനെയൊക്കെ കാണുമ്പോൾ എന്തൊരു വിഷമമാണ് ഈശ്വര, എന്തൊരവസ്ഥയാണ് മനുഷ്യൻ്റെ. ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങൾ. ശരി, നമ്മുടെ ബജ്ജിക്കുട്ടനെ തിരിച്ചിട്ട് അതിൻ്റെ സൈഡിലൊരു വാഴയ്ക്ക ഇട്ടത് കേട്ടോ. ഈ വാഴക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ചീത്ത വേണം. ഇവിടെ വാഴക്ക ബജ്ജിന്നേ പറയത്തുള്ളൂ, അവിടെ കായ ബജ്ജിന്ന്. ശരി, സോറി കേട്ടോ. നമ്മുടെ കായ ബജ്ജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനേമ്മമാരെ എല്ലാത്തിനെയും കൂടെ കോരിയെടുത്ത് അങ്ങോട്ടങ്ങ് ഇടാം. വേറെ എന്നാണ്, ചായ റെഡി ആയിട്ടുണ്ട്. ഓരോരുത്തർ വന്ന് എടുക്കാനായിട്ട് വന്ന്, ശരി ആരും എടുക്കരുത്, ഞാൻ വീഡിയോ എടുത്തിട്ട് മാത്രമേ എല്ലാവരും എടുക്കാവൂന്ന് പറഞ്ഞ് എല്ലാത്തിനെയും നമ്മൾ ലക്ഷ്മണരേഖ വരച്ച് നിർത്തിയേക്കുക. അതുകൊണ്ട് പെട്ടെന്ന് നമ്മളിതിനെ ആക്കിയെടുത്തേ പറ്റത്തുള്ളൂ. കാര്യം എല്ലാം അവിടെ കെട്ടുപൊട്ടിച്ച് നിൽക്കുക എന്നല്ല, പുളിയൊക്കെ വന്നു കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ പറയാൻ വേണ്ടുന്ന ചേട്ടായും പെട്ടെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരനും ചായയും ബജ്ജിയും കൂടെ കൊടുക്കുകയാണെങ്കിൽ അതിനും ഒരു സന്തോഷം, നമുക്കൊരു സന്തോഷം. പെട്ടെന്നാവട്ടെ. ശരി, വേറെ എന്നാ, നമ്മുടെ ഷോർട്സ് വീഡിയോസ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീഡിയോസ് എല്ലാം നല്ല രീതിയിൽ, ഇപ്പം നാട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് മടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും എല്ലാം മടിക്ക് ഒരു കുറവുമില്ലല്ലോ. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇപ്പോൾ വീഡിയോ എല്ലാം ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ചായക്കട്ടൻ തിളച്ച് റെഡിയായി. ചായ ഓഫ് ചെയ്തിട്ട് ചായയും കൂടെ ഒഴിക്കണം. പിന്നെ വേറെ എന്നാ, ഇതിനെല്ലാം നമ്മൾ റെഡി സെറ്റപ്പ് ആക്കിയിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയും കാണിക്കാൻ പറ്റും. ഒരു ചായയും കൂടെ എൻ്റെ അറ്റത്തോട്ട് ഒഴിച്ച് വയ്ക്കുക, ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് വയ്ക്കാനുള്ള സാവകാശം കിട്ടിയില്ല, സോറി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വൈകുന്നേരത്തെ സ്നാക്സിൻ്റെ കുഞ്ഞൻ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. ഇത് കായ ബജ്ജി, പിന്നെ ഇത് ഉരുളക്കിഴങ്ങ് ബജ്ജി, വേറെ എന്നാ, ഇത് ഞങ്ങളുടെ വെങ്കായ ബജ്ജി. ഇത് നിവിക്ക് മാത്രമുള്ള സെക്ഷനാണ്. അപ്പം നമ്മുടെ കുഞ്ഞൻ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് സന്തോഷമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ, സീ യു.